ഹലോ സുഹൃത്തുക്കളെ, അതിൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെയുള്ള ഓരോരോ ബിക്കർസുകളാണ് മക്കളെ. രണ്ടാളും നേരം വെളുത്ത് സുബൈ നിസ്കരിച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കും കൂടിയുള്ള പണിയാണ് ഇതിട്ടാ. രണ്ടാൾക്കും ഒരു ഒഴിവുണ്ടാവില്ല, രാവിലെ തുടങ്ങും. ഒരു റെസ്റ്റ് ഇല്ലാത്ത പണിയാണ് എൻ്റെ ഉപ്പാക്ക്. വീട്ടിൻ്റെ വാർപ്പിൻ്റെ മേലെ ഉണ്ടാക്കിയതാണ് ഒരുപാട് ചെടികളും പച്ചക്കറികളും. പക്ഷേ വീട്ടിലുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഉപ്പന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. കുരുമുളകുണ്ട്, പച്ചമുളകുണ്ട്, തക്കാളി ഉണ്ട്, വൈതനങ്ങ ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി ഇല്ല, പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കക്കേരിക്ക എല്ലാ കൃഷിയും എൻ്റെ ഉപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പാക്ക് ഒരു ഒഴിവില്ല. സുബൈ നിസ്കരിച്ചാല് മൂപ്പർക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. ഒരു കട്ടൻ ചായയും കുടിച്ചിട്ടാണ് ഇറങ്ങണ്ട. വൈതനങ്ങൊക്കെ ഉണ്ടായിക്കണ്ടില്ല നിങ്ങള്. രണ്ടാവും കൂടി ഉമ്മയും ഇപ്പയും കൂടി ഉണ്ടാക്കിയതാട്ടത്. ഒരുപാടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ഉണ്ട്, അതുപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. വീട്ടിന്റെ വാർപ്പിന്റെ മേലെയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കട്ടെ മക്കളെ. നല്ല സാധനങ്ങൾ, നല്ല വിഷമൊന്നും ഇല്ലാത്ത സാധനങ്ങൾ ഞമ്മക്ക് തന്നെ കഴിക്കാം. നമ്മളെ വീട്ടിന്റെ മേലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉപ്പയും ഉമ്മയും കൂടിയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കട്ടാ. രണ്ടു മൂന്ന് എന്താ പറയാ, ഏകദേശം ഇപ്പൊ ഒരു വർഷം പോലൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പൊ ഇതുമ്പോ തുടങ്ങിയിട്ട്. കുറെയൊക്കെ ഉണ്ടാക്കി, കുറെയൊക്കെ എന്താ പറയാ വലിയ വലിയ തൈകളായിട്ട് ഒഴിവാക്കി. പിന്നെ അത്യാവശ്യം കായകൾ ഉണ്ടായപ്പോഴേ ഒക്കെ എടുത്ത് ഒഴിവാക്കിയതൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ ഉപ്പ എന്താ പറയാ, നേരം വെളുത്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ വേറെ പരിപാടിക്കൊന്നും പോക്കും കാര്യങ്ങളൊന്നും ഇല്ല. രാവിലെ ഇറങ്ങും. കണ്ടാ വലിയ ഉള്ളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പാക്ക് തന്നെ പണി. ഇപ്പാക്ക് കുട്ടികളെ നോക്കണ മാതിരി രാവിലെ തുടങ്ങും. നനച്ചു കൊടുക്കലും വളമിട്ട് കൊടുക്കലും. അതിന് എന്താ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുറത്തുനിന്നുള്ള വളങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒക്കെ വീട്ടിൽ വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, പച്ചക്കറി കൊടുത്തിട്ടുള്ളതായിട്ടുള്ളതായാലും അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകൾ ഇട്ടിട്ട് ഇപ്പം ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അല്ലാതെ നമ്മളെ പുറത്തുനിന്ന് വളം കൊടുത്തിട്ടൊന്നും ഉപയോഗിക്കണില്ല. വീട്ടിലത്തെ വേസ്റ്റ് വരുന്ന സാധനങ്ങളാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വളങ്ങളാട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കേടുമില്ല. നല്ല സാധനങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, തക്കാളിയൊക്കെ ഉണ്ട്. ഒരുപാട് തക്കാളിയും പച്ചമുളകും പല വെറൈറ്റി മുളകുകളൊക്കെ ഉണ്ട്. ഇപ്പാൻ്റെ കഷ്ടപ്പാട് തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ അയച്ചു തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പാനെ ഒന്ന് അങ്ങോട്ട് വൈറലാക്കാന്ന് വിചാരിച്ചങ്ങാണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എന്തായാലും വീഡിയോൻ്റെ മുന്നിലൊന്നും വരൂല. ഉപ്പയും വരൂല, ഉമ്മയും വരൂല. അപ്പോൾ ഓരോ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ഞാൻ പറയും ഞങ്ങളിത് ഇട്ടുകൊണ്ട് ഇട്ടപ്പാന്ന് പറയും. അപ്പോൾ ഞങ്ങൾ വലിയ പയറാണ് ഇതൊക്കെ. അപ്പം എന്തായാലും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരും എന്നും എനിക്ക്. അതേമാതിരി ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ട് കേട്ടോ വീട്ടിൻ്റെ താഴത്ത്. പിന്നെ തിന്നാനുള്ള ഐറ്റംസുകൾ, ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി ഞാൻ നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരണ്ട കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ തൽക്കാലം ഇത് കാണി. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്, ഓരോരോ ഘട്ടങ്ങളായിട്ട്. അപ്പം എന്തായാലും ഇപ്പാൻ്റെയും ഉമ്മാൻ്റെയും സന്തോഷമാണ് നമ്മളെ സന്തോഷം. അപ്പം അവർക്ക് ഇതൊക്കെ തന്നെയാണ് സന്തോഷം കേട്ടോ. അവർ നേരം വെളുത്ത് കഴിഞ്ഞാൽ അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 മണി 10 മണി വരെ ഇതിൻ്റെ പിന്നാടാ. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട്. നല്ല തക്കാളി, പച്ചമുളക്, വല്യുള്ളി, ഇഞ്ചി ഒക്കെ ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഇങ്ങനെ വലുതായി വരികയാണ്. ഇപ്പം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പം കുറച്ചൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടും, നമ്മളെ ഇതിൽ നിന്ന് എടുക്കലുണ്ട്. പിന്നെ തയ്യാത്തതേ പുറത്തുനിന്ന് വാങ്ങലുള്ളൂ. പിന്നെ എന്തായാലും ഇപ്പൊക്കൊരു നേരം പോക്ക് വെറുതെ ഇരിക്കല്ലേ എന്നുള്ളതിൽ ഇപ്പം ചെയ്യണതാണ്. അപ്പോൾ എന്തായാലും ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പാനും കഷ്ടപ്പാടാണ് ഇത് എന്ന് പറയാം. അവർക്ക് നേരം വെളുത്ത് കഴിഞ്ഞാൽ തന്നെ പരിപാടി. വേറെ പരിപാടിയൊന്നുമില്ല. കുട്ടികളെ നോക്കണം, അതിന് രണ്ടാവും കൂടി നടന്നുണ്ടാവും. പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ എടുത്ത് തരുന്ന ആളെ നമ്മളെ പൊണ്ടാട്ടിയാണ് കേട്ടോ. ഇനി അത് പറഞ്ഞില്ല എന്ന് വരാൻ പാടില്ലല്ലോ. വീഡിയോൻ്റെ മുന്നിൽ ഇവർക്കൊക്കെ വരാൻ മടിയാണ്. എന്തായാലും ഞാൻ നാട്ടിൽ പോയിട്ട് ഇവരൊക്കെ കാണിച്ചു തരണ്ട്. സമ്മതം ഇല്ലെങ്കിൽ ഒരു ചെറിയ ചുളിവിൽ ഞാൻ ഇവരൊക്കെ കാണിച്ചു തരണ്ട് കേട്ടോ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായാലും നിങ്ങളെ നിർദ്ദേശങ്ങളും കമൻറ്റൊക്കെ പോന്നോട്ടെ.